ടെക് ലോകത്തെ വാർത്തകൾ. ഈ മാസം പുതിയ കാർ വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് സന്തോഷ വാർത്ത. സ്ക്വാഡ ഇന്ത്യ തങ്ങളുടെ ജനപ്രിയ മോഡലുകളായ സ്ലാവിയ, കുഷാക്ക്, കൈലാക്ക് എന്നിവയ്ക്ക് 1.25 ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്യാഷ് ഡിസ്കൗണ്ട്, കോർപ്പറേറ്റ് അല്ലെങ്കിൽ ലോയൽറ്റി ബോണസ്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവ ഉൾപ്പെടുന്ന ഓഫറുകളാണ് കമ്പനി നൽകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്ന സ്ലാവിയ സെഡാനിനാണ്. 25,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും 50,000 രൂപ വരെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ലോയൽറ്റി ആനുകൂല്യം, 50,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് എന്നിവ ഉൾപ്പെടെ മൊത്തം 1.25 ലക്ഷം രൂപ വരെയാണ് ഓഫർ. എന്നാൽ അടിസ്ഥാന ക്ലാസിക് ട്രിമിന് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമല്ല. 1.0 ലിറ്ററും 1.5 ലിറ്ററും ശേഷിയുള്ള ടർബോ പെട്രോൾ എഞ്ചിനുകളോടെയാണ് സ്ലാവിയ എത്തുന്നത്. 10 ലക്ഷം മുതൽ 16.69 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില. മിഡ് സൈസ് SUV കുഷാക്കിന് 50,000 രൂപ വരെ ആനുകൂല്യങ്ങളാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 20,000 രൂപ വരെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ലോയൽറ്റി ബോണസും 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസും ഇതിൽ ഉൾപ്പെടുന്നു. ക്ലാസിക് പ്ലസ് വേരിയന്റിന് ഓഫറുകൾ ബാധകമല്ല. 10.69 ലക്ഷം മുതൽ 18.99 ലക്ഷം രൂപ വരെയാണ് കുഷാക്കിന്റെ എക്സ് ഷോറൂം വില. കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന SUV ആയ കൈലാക്കിനും 50,000 രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. 10,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട്, 10,000 രൂപ വരെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ലോയൽറ്റി ആനുകൂല്യം, 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് എന്നിവയാണ് ഓഫറുകൾ. എന്നാൽ ക്ലാസിക് പ്ലസ് വേരിയന്റുകൾക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭ്യമല്ല. 1.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനോടെയാണ് കൈലാക്ക് എത്തുന്നത്. 7.59 ലക്ഷം മുതൽ 12.99 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയ മത്സരത്തിന് വഴിയൊരുക്കി ഓപ്പോ റെനോ 16 എത്തുന്നു. ശക്തമായ പ്രോസസറുമായാണ് ഫോണിന്റെ വരവ്. ഓപ്പോയുടെ പുതിയ റെനോ 16 സീരീസ് ഉടൻ ഇന്ത്യൻ വിപണിയിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസം ചൈനയിൽ അവതരിപ്പിച്ച സ്മാർട്ട് ഫോൺ സീരീസിന്റെ ഇന്ത്യൻ ആഗോള പതിപ്പുകൾ ഗീക്ക് ബെഞ്ച് മാർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ലോഞ്ച് സംബന്ധിച്ച സൂചനകൾ ശക്തമായത്. ഗീക്ക് ബെഞ്ച് ലിസ്റ്റിംഗ് പ്രകാരം റെനോ 16 കോൾകോമിന്റെ പുതിയ സ്നാപ്ഡ്രാഗൺ 7 Gen പ്രോസസറാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 11 GB റാം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിപണിയിൽ ഇത് 12 GB റാം വേരിയന്റായി എത്താനാണ് സാധ്യത. ഗ്രാഫിക്സ് പ്രവർത്തനങ്ങൾക്കായി അഡ്രിനോ 722 GPUവും ഫോണിലുണ്ടാകും. ആൻഡ്രോയിഡ് 16 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഡിവൈസ് പ്രവർത്തിക്കുക. ഇതിനു മുകളിൽ ഓപ്പോയുടെ സ്വന്തം കളർ OS 16 യൂസർ ഇന്റർഫേസും ലഭിക്കും. പെർഫോമൻസ് പരിശോധനയിൽ സിംഗിൾ കോർ ടെസ്റ്റിൽ 1240 പോയിന്റും മൾട്ടി കോർ ടെസ്റ്റിൽ 3994 പോയിന്റും നേടാൻ ഫോണിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മികച്ച ദൈനംദിന ഉപയോഗവും മൾട്ടി ടാസ്കിംഗ് ഗെയിമിംഗ് അനുഭവവും നൽകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ചന്ദ്രനിലേക്കുള്ള അടുത്ത മനുഷ്യ ദൗത്യത്തിനായി നാസ ഒരുങ്ങുന്നു. ആർടെമിസ് 3 മിഷനിൽ പങ്കെടുക്കുന്ന 4 അംഗ സംഘത്തെ ഏജൻസി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള നാസയുടെ ആർട്ടിമിസ് പദ്ധതിയിൽ നിർണായക മുന്നേറ്റം. 2027 നടക്കാനിരുന്ന ആർട്ടിമിസ് 3 ദൗത്യത്തിനായി 4 അംഗ സംഘത്തെ നാസ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മുൻ US മറൈൻ കേണലും പരിചയസമ്പന്നനായ ബഹിരാകാശ യാത്രികനുമായ റാൻഡി ബ്രസ്നിക്കാണ് ദൗത്യത്തിന്റെ കമാൻഡർ. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയെ പ്രതിനിധീകരിച്ച ഇറ്റാലിയൻ ബഹിരാകാശ യാത്രികൻ ലൂക്ക പർമിറ്റാനോ പൈലറ്റായും ഫ്രാങ്ക് റൂബിയോയും ആൻഡ്രേ ഡഗ്ലസും മിഷൻ സ്പെഷ്യലിസ്റ്റുകളായും സംഘത്തിലുണ്ട്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയിൽ നിന്ന് ആർട്ടിമിസ് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ബഹിരാകാശ യാത്രികനാണ് പർമിറ്റാനോ. 2027 വിക്ഷേപിക്കാനിരുന്ന ആർട്ടിമിസ് 3 ചന്ദ്രനിറങ്ങുന്നതിന് മുമ്പുള്ള നിർണായക പരീക്ഷണ ദൗത്യമായിരിക്കും. ഓറിയൻ ബഹിരാകാശ പേടകവും സ്വകാര്യ കമ്പനികളായ സ്പേസ് ബ്ലൂ ഒറിജിനും വികസിപ്പിക്കുന്ന ലൂണാർ ലാൻഡറുകളും തമ്മിലുള്ള ഡോക്കിംഗ്, മറ്റ് സാങ്കേതിക പരീക്ഷണങ്ങൾ എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഭാവിയിലെ ചന്ദ്രദൗത്യങ്ങൾക്കും മനുഷ്യനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെത്തിക്കാനുള്ള പദ്ധതികൾക്കും ഈ ദൗത്യം വഴിയൊരുക്കുമെന്ന് നാസ വ്യക്തമാക്കുന്നു. ആർട്ടിമിസ് 2 ദൗത്യത്തിന്റെ വിജയത്തിന് പിന്നാലെയാണ് പുതിയ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ചന്ദ്ര പര്യവേഷണ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനുള്ള നാസയുടെ ശ്രമത്തിലെ സുപ്രധാന ചുവടുവയ്പായാണ് ആർട്ടിമിസ് 3യെ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.